ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇത് കൂടെ ഒരു കാർ ഉണ്ടാക്കേണ്ടതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിനാവശ്യമായത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ്, ഒരു പശ, ഒരു സ്കെയിൽ, ഒരു പെന്ന്, ഒരു കത്രിക, 4 കുപ്പിയുടെ അടപ്പുകൾ, 2 ഈർക്കിളികൾ, 1 പേപ്പർ. ഇത്രയും കൊണ്ട് നമ്മൾ ഇതുകൂട്ടൊരു കാർ ഉണ്ടാക്കാനാണ് പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കാവശ്യം സ്കെയിലെടുത്ത് 8 സെൻറ്റിമീറ്ററുള്ള ഓരോ കാർഡ്ബോർഡുകളായി വരയ്ക്കാം. 8 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ ഇതുമാണ് നമ്മുടെ കാർഡ്ബോർഡിന് വേണ്ടത്. ഇതേപോലത്തെ 3 എണ്ണം നമുക്ക് ആവശ്യമാണ്. ഇത് 3 എണ്ണം മുറിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതേപോലത്തെ ഒരേ അളവുള്ള 3 കാർഡ്ബോർഡാണ് നമുക്ക് ആവശ്യം. 3 കാർഡ്ബോർഡിൽ ഒരെണ്ണം ആവശ്യമാണ്. അതിനുശേഷം നമ്മുടെ ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ കീറി ഇങ്ങനെ ഒരെണ്ണമാക്കിയിട്ട് നമ്മുടെ പെന്നെടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ പെന്ന് ഇതേപോലെ വെച്ച് ഇങ്ങനെ ആക്കണം. എന്നിട്ട് നമ്മുടെ പശ എടുത്ത് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഇതേപോലെ ഒരെണ്ണമാവും. ഇതിനു ശേഷം ഒരു പേപ്പറും കൂടെ എടുത്ത് ഇതേപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കട്ടെ. ഇതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയ ശേഷം ഒരു മിനിറ്റ് ഗൈസ്, ഇതേപോലത്തെ 2 എണ്ണം വേണം. നമ്മൾ 3 കാർഡ്ബോർഡ് മുറിച്ചതിൽ ഒരെണ്ണം എടുത്ത് ഇതേപോലെ ഒരേ അളവിൽ തന്നെ ഈ വട്ടവും എടുക്കണം. അത് ഞാൻ മുറിക്കട്ടെ. മുറിച്ച ശേഷം ഇതേപോലെ 2 വട്ടവും ഇങ്ങനെ വെക്കണം. ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാകും. ഇതിന് ശേഷം ഒരു കാർഡ്ബോർഡും കൂടി എടുത്ത് ഇതിൻ്റെ മുകളിലായി ഇങ്ങനെ പശ തേക്കണം. 2 എണ്ണത്തിൻ്റെ മുകളിലായി പശ തേച്ചിട്ട് ഈ കാർഡ്ബോർഡ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇങ്ങനെയാകും. അപ്പോൾ നമ്മുടെ 2 കുപ്പികളുടെ അടപ്പെടുത്ത് ഇതിൽ ഇങ്ങനെ ഓട്ട 4 വേണം. എന്നിട്ട് ഈ ഈർക്കിളി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റിയ ശേഷം ഈ വട്ടത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റണം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറുകളായി. ഇതേപോലെ 2 സൈഡിലും ചെയ്യണം. ഇത് ഞാൻ 2 സൈഡിലും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഓട്ടാൻ പറ്റും. ഇതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഇതെടുത്ത് ഇതേപോലെ ഇതേപോലെ ഞാൻ മുറിക്കുന്നത് പോലെ തന്നെ മുറിക്കണം. അതിന് ശേഷം ഇങ്ങനെ കൂടി മുറിക്കണം. ഇതേപോലെ 2 സൈഡിലും മുറിച്ച ശേഷം നമ്മുടെ പേപ്പർ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണം.
ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. ഒട്ടിക്കട്ടെ. ഇതിൻ്റെ മുകൾ പശ ഇങ്ങനെ തേച്ച ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിക്കണം. ഇതിന് ശേഷം നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ നമ്മൾ ഇവിടെയായിട്ട് ഇങ്ങനെ ഈ പേപ്പറിൻ്റെ മുകളിലായി ഇവിടെയായിട്ട് പശയും ഇവിടെയായിട്ട് ഫുള്ളായിട്ട് പശയും തേക്കണം. ഇത് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ മടക്കിയ ശേഷം ഇത് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഇതേപോലെ ഇങ്ങനെ ഒട്ടിക്കണം. ഇതേപോലെ നിൽക്കും. നിന്നില്ലെങ്കിൽ നമ്മൾ ഒരു ഉറപ്പിന് വേണ്ടി ഒരു സ്റ്റാപ്ലർ ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം അടിക്കുക. ആവശ്യമില്ലെങ്കിൽ അടിക്കണ്ട. ഇല്ല, ഇത് ഞാൻ താഴെപ്പോടുന്ന എടുത്തിട്ട് വരാം. ഇതിനുള്ളിട്ട് ഞാൻ ഇതൊന്ന് കേട്ടട്ടെ. ഇതേപോലെ കയറ്റിയ ശേഷം ഇത് എവിടെയായിട്ട് ഒന്നിവിടെയും ഒന്ന് ഒട്ടിക്കണം. ഒട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി പറിച്ചെടുത്ത് ഇങ്ങനെയും കൂടി ഒന്ന് ഒട്ടിക്കുമ്പോൾ അല്ല ഉറപ്പായിക്കോളും. ഇതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഇച്ചിരി കാർഡ്ബോർഡ് എടുത്ത് ഇങ്ങനെ മുറിച്ച് നടുവെ ഇങ്ങനെ കയറിയ ശേഷം അത് വേണ്ട ഇതേപോലെ ഇതിന് ശേഷം ഇത് ഇങ്ങനെ കയറി ഒന്നും കൂടി എടുത്ത ശേഷം ഇങ്ങനെ എടുത്ത് ഇതേപോലെ കീറിയ ശേഷം ഒന്നും കൂടി ഇങ്ങനെ എടുത്ത് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ആക്കണം. ഇതേപോലെ രണ്ടെണ്ണം മുറിക്കണം. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇതിന് ശേഷം രണ്ട് തൂണോളം കൂടി നിൽക്കട്ടെ. ഇങ്ങനെ മുറിച്ച ശേഷം ഇവിടെയായിട്ട് ഇവിടെ ഒട്ടിച്ചില്ലേ, ഇതിൻ്റെ ഇവിടെ വെച്ച് ഈ രണ്ട് ഭാഗത്തായിട്ട് പശ ഒട്ടിക്കണം. ഇങ്ങനെ രണ്ടിടത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച ശേഷം അതിൻ്റെ മുമ്പ് ഒരു കാര്യം ചെയ്യാണ്ട് ഇത് രണ്ടുമാണ് ഇങ്ങനെ എടുത്ത് ഇതും ഇതേപോലെ എടുത്ത ശേഷം ഇതിൻ്റെ എവിടെയാണ് ഒട്ടിക്കാനുള്ള അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പശ ഒട്ടിച്ച ശേഷം നമ്മൾ രണ്ടെണ്ണം എടുത്ത് രണ്ടെണ്ണം ഇങ്ങനെ ഇങ്ങനെയും വെക്കണം. ഇങ്ങനെ വെച്ച ശേഷം ഇത് ഇങ്ങനെ വെച്ച ശേഷം ഇച്ചിരി അളവ് കൂടുതലാണ്. ഇങ്ങനെ കണ്ടിച്ച ശേഷം ഇതേപോലെ ഇതും വെക്കണം. ഇതും വെക്കണം. ഇതിങ്ങനെ വെക്കണം. ഇത് ഇങ്ങനെ വെച്ച ശേഷം
ഇത് ഇങ്ങനെ വെക്കണം. അത് ഞാൻ ഒട്ടിച്ചിട്ട് ഞാൻ എവിടെ ഏറ്റുക ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ഈ കളറ് ഇത് കളറല്ല, ഈ കളറ് ഇവിടെ ഈ സാധനമുണ്ട്. ഇതെങ്ങനെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് കൂട്ട് ഒരെണ്ണവും കൂടെ ഉണ്ടാക്കട്ടെ, അല്ല 2 എണ്ണം കൂടി ഉണ്ടാക്കും. കയറി ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇത് എങ്ങനെ ആക്കി ഇതാക്കി ഇതേപോലെ വെച്ച് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ഒട്ടിച്ച ശേഷം ഇതിങ്ങനെ വെക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്നും കൂടി ഇതേപോലെ 2 എണ്ണം മുറിക്കണം. ഒരേ അളവ് തന്നെ വേണം. അതിലേക്ക് ഇഞ്ചും ഇങ്ങനെ 2 എണ്ണം എടുത്ത ശേഷം നമ്മുടെ ഈ ഗ്യാപ്പിൽ ഇതൊട്ടിക്കണം. ആ ഗ്യാപ്പിൽ ഒട്ടിക്കാൻ വേണ്ടി നമ്മുടെ പശ എടുക്കണം. പശ എടുത്ത ശേഷം ഇവിടെയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇങ്ങനെയായിട്ട് ഒട്ടിക്കണം. ഇങ്ങനെ ഒട്ടിക്കണം. ഇത് അതേപോലെ തന്നെ ആക്കണം. നമ്മുടെ എക്സോഹോസ്റ്റർ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ. ഇതും കൂടി വൃത്തിയാക്കി വെച്ചപ്പോൾ എക്സോഹോസ്റ്ററും കൂടി ആയപ്പോൾ നമ്മുടെ വണ്ടി പൊള്ളിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടി ചെയ്താൽ നമ്മുടെ വണ്ടി കഴിഞ്ഞ് നമുക്ക് ആവശ്യം കാർഡ്ബോർഡ് എടുത്ത് ഇങ്ങനെ മുറിക്കണം. അതിന് ശേഷം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ ആക്കണം. ഇത് മുമ്പിലായിട്ട് വേണം, ഈ ഭാഗത്ത് വേണം ഒട്ടിക്കിട്ട് ഇതെങ്ങനെ വെച്ച ശേഷം ഇതെടുത്ത് ഇത് ഇങ്ങനെ ശേഷം ഇത് ഇങ്ങനെ വെക്കണം. നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്.